ആരംഭിക്കുന്നു. സംസ്ഥാനത്ത് ഇന്ന് 1608 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രോഗബാധിതരുടെ ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക്. ഇന്ന് 803 പേർ കോവിഡ് വിമുക്തരായി. ആയിരത്തി 409 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ. 112 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 74 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്നവർ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വന്ന 90 പേർക്കും രോഗബാധ. ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചതിൽ ഏറ്റവും അധികം പേർ മലപ്പുറം ജില്ലയിൽ 362 പേർക്ക് രോഗബാധ. തിരുവനന്തപുരത്ത് 321 പേർക്കും, കോഴിക്കോട്ട് 151 പേർക്കും, ആലപ്പുഴയിൽ 118 പേർക്കും, എറണാകുളത്ത് 106 പേർക്കും രോഗം. കൊല്ലം 91, തൃശൂർ 85, കാസർഗോഡ് 81, പാലക്കാട് 74, കണ്ണൂർ 52, പത്തനംതിട്ട 49, വയനാട് 48, കോട്ടയം 39, ഇടുക്കി 31 എന്നിങ്ങനെയാണ് മറ്റ് ജില്ലകളിലെ പുതിയ കേസുകൾ. സമ്പർക്കത്തിലൂടെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം ഇന്നും ഏറ്റവും അധികം തിരുവനന്തപുരം ജില്ലയിൽ 313 പേർക്ക് അത്തരത്തിൽ രോഗബാധ. മലപ്പുറത്ത് 307 പേർക്കും, കോഴിക്കോട്ട് 134 പേർക്കും രോഗം സ്ഥിരീകരിച്ചു സമ്പർക്കത്തിലൂടെ. ആലപ്പുഴയിൽ 106 പേർക്ക് സമ്പർക്കത്തിലൂടെ രോഗബാധ ഉണ്ടായി. സംസ്ഥാനത്ത് 31 ആരോഗ്യ പ്രവർത്തകർക്ക് കൂടി കോവിഡ്. മലപ്പുറത്ത് 19 പേർക്കും, തിരുവനന്തപുരത്ത് 6 പേർക്കും, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, പാലക്കാട്, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ ഓരോരുത്തർക്കും രോഗബാധ. എറണാകുളത്തെ 4 INHS ജീവനക്കാർക്കും കോവിഡ് ബാധ. സംസ്ഥാനത്തെ കോവിഡ് ഔദ്യോഗിക മരണസംഖ്യ 146. ഇന്ന് 7 മരണം. തിരുവനന്തപുരത്ത് 3, എറണാകുളത്ത് 2, കൊല്ലം, കാസർഗോഡ് ജില്ലകളിൽ ഓരോ മരണം. അട്ടപ്പാടിയിൽ കോവിഡ് ബാധിച്ച് ആദിവാസി സ്ത്രീ മരിച്ചു. മരിച്ചത് കൊളപ്പടിക ആദിവാസി ഊരിലെ മരുതി, 73 വയസ്സായിരുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. മരുതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചത് ഇന്നലെ. മരുതിക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ കൊളപ്പടികയിലെ ഊര് നിവാസികൾ സ്വയം നിരീക്ഷണത്തിൽ. തിരുവനന്തപുരം ജില്ലയിൽ 170 പേരുടെയും എറണാകുളത്ത് 124 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ്. പാലക്കാട്ട് 92 പേരുടെയും പരിശോധനാ ഫലം നെഗറ്റീവ്. 14,891 പേർ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിൽ. ഇന്ന് 20 പുതിയ ഹോട്ട്സ്പോട്ടുകൾ. 12 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 562 ഹോട്ട്സ്പോട്ടുകൾ. ഭരണത്തലവനായ മുഖ്യമന്ത്രിയടക്കം കോവിഡ് നിരീക്ഷണത്തിലാണ് എങ്കിലും സംസ്ഥാനത്ത് ഭരണ പ്രതിസന്ധി ഉണ്ടാകില്ല എന്ന് സർക്കാർ. വീഡിയോ കോൺഫറൻസുകളിലൂടെ ഫയലുകളിലൂടെയും ആയിരിക്കും ഒരാഴ്ചയെങ്കിലും സംസ്ഥാന ഭരണം. മുഖ്യമന്ത്രിക്ക് പുറമെ 6 മന്ത്രിമാരും ചീഫ് സെക്രട്ടറിയും DGPയും സ്പീക്കറും നിരീക്ഷണത്തിൽ. മന്ത്രിമാരായ AK ശശീന്ദ്രൻ, രാമചന്ദ്രൻ കടന്നപ്പള്ളി എന്നിവരുടെ കോവിഡ് പരിശോധനാ ഫലം നെഗറ്റീവ്. മലപ്പുറം കളക്ടർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നിരീക്ഷണത്തിൽ കഴിയുകയായിരുന്നു മന്ത്രി AK ശശീന്ദ്രൻ. VT ബൽറാം MLA കോവിഡ് നിരീക്ഷണത്തിൽ. രോഗം സ്ഥിരീകരിച്ച തൃത്താല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനുമായി ഉണ്ടായ സമ്പർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കോവിഡ് പരിശോധനയ്ക്കായി MLAയുടെ സ്രവം ശേഖരിച്ചു. മൂവാറ്റുപുഴ DYSP ഓഫീസിലെ 5 പോലീസുകാർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. മൂവാറ്റുപുഴ DYSP സ്വയം നിരീക്ഷണത്തിൽ പോയി. വാഴക്കുളം പോലീസ് സ്റ്റേഷനിൽ കോവിഡ് സ്ഥിരീകരിച്ച പോലീസുകാരൻ DYSP ഓഫീസിൽ വന്നിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് 5 പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ അതീവ ഗുരുതരാവസ്ഥ. ഇന്ന് 50 തടവുകാർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. തടവുകാർക്ക് പുറമെ മെഡിക്കൽ ഓഫീസർക്കും 2 ജീവനക്കാർക്കും രോഗബാധ. ഇതോടെ 5 ദിവസത്തിനിടെ കോവിഡ് സ്ഥിരീകരിച്ച തടവുകാരുടെ എണ്ണം 214ആയി. ലോക്ഡൌൺ പിൻവലിച്ചതോടെ തിരുവനന്തപുരം നഗരം സാധാരണ നിലയിലേക്ക്. നഗരത്തിൽ മാളുകളും ബ്യൂട്ടി പാർലറുകളും അടക്കം തുറന്ന് പ്രവർത്തിച്ചു തുടങ്ങി. രാത്രി 7 മണി വരെയാണ് അനുമതി. നഗരത്തിൽ KSRTC സർവീസും ആരംഭിച്ചു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കിയ സാഹചര്യത്തിലാണ് ലോക്ഡൌൺ പിൻവലിച്ചതെന്ന് മേയർ K. ശ്രീകുമാർ. കോവിഡ് കേസുകൾ കൂടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മേയർ ന്യൂസ് 18നോട്.
സമ്പർക്കത്തിലൂടെ കോവിഡ് വ്യാപനം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ പശ്ചിമ കൊച്ചിയിൽ കർശന നിയന്ത്രണങ്ങൾ. വിവിധ സ്ഥലങ്ങളിലെ സാഹചര്യം വിലയിരുത്തി വാർഡ് തലത്തിൽ മൈക്രോ കണ്ടെയ്ൻമെന്റ് സോണുകൾ. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഹാർബർ തുറക്കാനും ജില്ലാ ഭരണകൂടം അനുമതി നൽകി. കോവിഡ് രോഗികളുടെ എണ്ണം ഉയർന്നതോടെ സംസ്ഥാനത്ത് പരിശോധനാ കേന്ദ്രങ്ങളുടെ എണ്ണം കുത്തനെ ഉയർത്തി. 180 ആന്റിജൻ പരിശോധനാ കേന്ദ്രങ്ങളടക്കം 222 സ്വകാര്യ ലാബുകൾക്ക് പരിശോധനയ്ക്ക് അംഗീകാരം. പരിശോധനാ രീതി അനുസരിച്ച് ഈടാക്കുന്നത് 625 രൂപ മുതൽ 3000 രൂപ വരെ. മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യുന്നത് തുടരുന്നു. ചോദ്യം ചെയ്യൽ ഇപ്പോൾ 3 മണിക്കൂർ പിന്നിട്ടു. വിവരങ്ങളുമായി CN പ്രകാശ് ചേരുന്നു. പ്രകാശ്, നേരത്തെ ഒരു 15 മണിക്കൂർ ചോദ്യം ചെയ്യലിന് വിധേയനായിരുന്നു ശിവശങ്കർ. ഇപ്പോൾ 3 മണിക്കൂർ പിന്നിടുന്നു ചോദ്യം ചെയ്യൽ. ഇന്ന് ചോദ്യം ചെയ്ത് വിട്ടയക്കാൻ സാധ്യതയുണ്ടോ? എന്താണ് ലഭിക്കുന്ന ഒരു സൂചന? തീർച്ചയായും മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ടുള്ള എം ശിവശങ്കറിനെ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതലാണ് കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. എൻഫോഴ്സ്മെന്റ് കസ്റ്റഡിയിൽ തന്നെയുള്ള സ്വർണ്ണക്കടത്ത് കേസിലെ മറ്റ് പ്രതികളായ സ്വപ്ന, ഒപ്പം തന്നെ സന്ദീപ്, സരിത്ത് എന്നിവരെയും ഒരുമിച്ചാണ് ചോദ്യം ചെയ്യുന്നത്. നേരത്തെ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട ഉള്ള ബിനാമി ഇടപാട്, ഹവാല പണമിടപാട് അടക്കമുള്ള കാര്യങ്ങൾ, അതിൽ ശിവശങ്കറിന്റെ ബന്ധം അടക്കമുള്ള കാര്യങ്ങൾ ശിവശങ്കറിന്റെ അറിവോട് കൂടിയായിട്ടാണോ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് സമീപമുള്ള ബാങ്കിൽ ലോക്കറുകൾ തുറന്ന് ഒപ്പം തന്നെ ചാർട്ടേഡ് അക്കൗണ്ട് കൂടി സഹായത്തോടു കൂടി 1 കോടി രൂപ ലോക്കറിൽ നിക്ഷേപിക്കുകയും 1 കിലോ സ്വർണം അവിടെ ലോക്കറിൽ നിക്ഷേപിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായത്. ഇതടക്കമുള്ള കാര്യങ്ങൾ ശിവശങ്കർ അറിഞ്ഞുകൊണ്ടാണോ നടന്നത്? ഒപ്പം തന്നെ ലൈഫ് മിഷൻ അടക്കമുള്ള IT ഇടപാടുകളിലും മറ്റ് ഇടനിലക്കാരിയായി നിന്നതിൻ്റെ പേരിൽ ലഭിച്ച കമ്മീഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ശിവശങ്കറിന് വ്യക്തമായ അറിവുണ്ടോ? വിദേശയാത്രയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ നടന്നിട്ടുണ്ടോ? എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും ചോദിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും NIA-യും ഒപ്പം തന്നെ കസ്റ്റംസും ED-യും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തിരുന്നു. ഇന്നും ഒരുപക്ഷെ ചോദ്യം ചെയ്ത് വിട്ടയക്കാൻ തന്നെയാണ് സാധ്യത. അതിനുശേഷം ഒരുപക്ഷെ ആവശ്യമെങ്കിൽ നാളെയും ശിവശങ്കറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യൽ തുടരാനും സാധ്യതയുണ്ട്. പ്രകാശ്, ഈ മൂന്നാമത്തെ ഏജൻസിയാണ് ശിവശങ്കറിനെ ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. നേരത്തെ കസ്റ്റംസ്, NIA, ഇപ്പോൾ ED. ഈ തുടർച്ചയായ ചോദ്യം ചെയ്യലിനും സർക്കാർ അനുകൂല വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് എന്ത് തെളിവാണ് ലഭിച്ചത്? വീണ്ടും ചോദ്യം ചെയ്യുന്നതല്ലാതെ സ്വപ്നയുമായുള്ള ബന്ധത്തിൽ, ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായുള്ള ബന്ധത്തിൽ കൃത്യമായ തെളിവുകൾ ലഭ്യമാകുന്നുണ്ടോ? അതോ ഈ ചോദ്യം ചെയ്യലുകളൊക്കെ വെറും പ്രഹസനമായി മാറുകയാണോ? ആ ചോദ്യത്തിന് ഇന്നും നാളെയുമായി ഒരു ഉത്തരമുണ്ടാകുമെന്ന് കരുതാമോ? ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട തീവ്രവാദ ബന്ധങ്ങൾ, ഭീകരവാദ പ്രവർത്തനത്തിനടക്കം ഈ ഫണ്ട് ഉപയോഗിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പ്രധാനമായും NIA അന്വേഷിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്തിലെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കസ്റ്റംസ് അന്വേഷിക്കുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇതിന് പിന്നിലെ ഹവാല, ബിനാമി പണമിടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് പ്രധാനമായും സ്വപ്നയുടെ സമ്പാദ്യവുമായി ബന്ധപ്പെട്ട അടക്കമുള്ള കാര്യങ്ങൾ, അത് എങ്ങനെ ലഭിച്ചു ആ പണം ലഭിച്ചതിൻ്റെ സോഴ്സ് അടക്കമുള്ള കാര്യങ്ങൾ സ്വപ്ന നേരത്തെ കോടതിയിലടക്കം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനുള്ള ബന്ധം എന്നതാണ് പ്രധാനമായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദിച്ചറിയുന്നത്. സാധാരണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഒരു നടപടിക്രമം എന്ന് പറയുന്നത് അങ്ങനെ വളരെ പെട്ടെന്ന് ഒരു അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതയില്ലാത്ത കാര്യങ്ങളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാധാരണ ചെയ്യാറ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിയുക, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കോടതിയിൽ അറിയിക്കുക എന്നതായിരിക്കും അന്വേഷണ സംഘം അടുത്തായി നടത്താൻ പോകുന്ന നീക്കങ്ങൾ. CN പ്രകാശ് വിവരങ്ങൾ പങ്കുവെക്കുന്നു. 4 മണിക്കൂർ പിന്നിടുന്നു ശിവശങ്കറിന്റെ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ട്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ഇപ്പോഴും ചോദ്യം ചെയ്യൽ ആ തരത്തിൽ തുടരുകയാണ്. കരിപ്പൂർ വിമാനത്താവളത്തിലെ സുരക്ഷാ വീഴ്ച ചൂണ്ടിക്കാട്ടിയുള്ള വ്യോമയാന സുരക്ഷാ ഉപദേശക സമിതി മുൻ അംഗത്തിന്റെ കത്ത് പുറത്തുവിട്ട് News 18. റൺവേ 10 നടന്ന അപകട സൂചന നൽകുന്ന കത്ത് കേന്ദ്ര വ്യോമയാന അധികൃതർക്ക് നൽകിയിരുന്നു. തെളിവുകളും ചിത്രങ്ങളും സഹിതം ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ കത്ത് നൽകിയത് 9 വർഷങ്ങൾക്ക് മുൻപ്. ഈ കത്തിലെ നിർദ്ദേശങ്ങൾ പൂർണ്ണമായും നടപ്പാക്കാതിരുന്നത് വിമാന ദുരന്തത്തിന് കാരണമായെന്ന് ആക്ഷേപം. മഴയുള്ളപ്പോൾ ലാൻഡ് ചെയ്യുന്ന വിമാനത്തിന്റെ ബ്രേക്കിംഗ് സംവിധാനം ഫലപ്രദമായി പ്രവർത്തിക്കുകയില്ലെന്നും വ്യോമയാന സുരക്ഷാ ഉപദേശക സമിതി മുൻ അംഗത്തിന്റെ കത്തിൽ. റൺവേയുടെ അവസാനം കുത്തനെ താഴ്ച, റൺവേയിൽ കൃത്യമായ പരിശോധനയില്ലെന്നും ക്യാപ്റ്റൻ മോഹൻ രംഗനാഥന്റെ കത്തിൽ. റൺവേ 28, റൺവേ 10ന്റെ എതിർദിശയിലെന്ന അപകടവും കത്തിൽ പ്രതിപാദിച്ച് വ്യോമയാന സുരക്ഷാ ഉപദേശക സമിതി മുൻ അംഗം. കൂടുതൽ ലാൻഡിംഗ് റൺവേ 28-ൽ, റൺവേ 10ന്റെ 2500 അടിയിൽ വൻതോതിൽ റബ്ബർ അടിയുന്നു. കൃത്യമായി റബ്ബർ നീക്കം ചെയ്യാറില്ലെന്നും കത്തിൽ.
താനയച്ച കത്തിന്മേൽ ആരും ഒരു നടപടിയും എടുത്തിട്ടില്ലെന്ന് വ്യോമയാന സുരക്ഷാ ഉപദേശക സമിതി മുൻ അംഗം ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ന്യൂസ് 18നോട്. കൃത്യമായ തെളിവുകൾ സഹിതമാണ് കത്ത് നൽകിയത്. തിരുത്തലുകൾ ഉണ്ടായത് കടലാസുകളിൽ മാത്രമാണ്. അറ്റകുറ്റപ്പണിയിൽ ഇതൊന്നും പരിഹരിക്കപ്പെട്ടില്ലെന്നും ഇപ്പോഴും പാളിച്ചകൾ നിലനിൽക്കുന്നുവെന്നും ക്യാപ്റ്റൻ മോഹൻ രംഗനാഥൻ ന്യൂസ് 18നോട്. കരിപ്പൂർ അപകടം സംബന്ധിച്ച് ഉയർന്നിട്ടുള്ള എല്ലാ ആരോപണങ്ങളും അന്വേഷിക്കട്ടെയെന്ന് സിവിൽ ഏവിയേഷൻ മുൻ ഡയറക്ടർ ജനറൽ EK ഭരത് ഭൂഷൺ. നേരത്തെ ശ്രദ്ധയിൽപ്പെട്ട തകരാറുകൾ പരിഹരിച്ചിരുന്നു. വിവിധ വിഭാഗങ്ങൾ പരസ്പരം പഴിചാരുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ, വന്നാലുടൻ ശുപാർശകളിന്മേൽ ഉടൻ നടപടി ആണ് വേണ്ടതെന്നും EK ഭരത് ഭൂഷൺ. കരിപ്പൂരിലെ റൺവേ വളരെ മോശമെന്ന അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി. ഏതു വശത്തേക്ക് പോയാലും സുരക്ഷിതമല്ലാത്ത അവസ്ഥയാണ്. മുന്നറിയിപ്പുകൾ പാലിക്കാത്തതാണ് അപകട കാരണം. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നും അഡ്വക്കേറ്റ് യശ്വന്ത് ഷേണായി ന്യൂസ് 18നോട്. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബോണസും പ്രത്യേക ഉത്സവ ബദ്ധയും അനുവദിച്ച് ഉത്തരവിറങ്ങി. തുക അനുവദിച്ചിരിക്കുന്നത് നിബന്ധനകൾക്ക് വിധേയമായി. ഫുൾ ടൈം കണ്ടിജന്റ് ജീവനക്കാർക്കും മറ്റ് വിഭാഗങ്ങളിൽ ഉള്ളവർക്കും അടക്കമാണ് ഇത്. ഇതര സംസ്ഥാനങ്ങളിലെ പ്രധാന നഗരങ്ങളിലേക്ക് KSRTC ഓണം സ്പെഷ്യൽ സർവീസ് നടത്തുമെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. റിസർവേഷൻ സൗകര്യത്തോടെയാകും സർവീസുകൾ. പൂർണ്ണമായും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ടാകും സർവീസുകൾ എന്ന് മന്ത്രി AK ശശീന്ദ്രൻ. ഓണം സ്പെഷ്യൽ സർവീസിന് 10% അധിക ചാർജ് ഈടാക്കുമെന്ന് ഗതാഗത മന്ത്രി. യാത്ര അവസാനിക്കുന്നിടത്തെ ടിക്കറ്റ് ചാർജാകും ഈടാക്കുകയെന്നും മന്ത്രി. മതിയായ യാത്രക്കാർ ഇല്ലെങ്കിൽ സർവീസ് റദ്ദാക്കും. റിസർവേഷൻ തുക തിരിച്ചു കൊടുക്കും. കർണാടകയുമായി ധാരണയിലെത്തിയെന്നും തമിഴ്നാടുമായി ധാരണയ്ക്കുള്ള ശ്രമത്തിലാണെന്നും ഗതാഗത മന്ത്രി. ഓണം സ്പെഷ്യൽ സർവീസ് മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്ക് ബുക്ക് ചെയ്യുന്നവർ ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. രാജ്യം 74ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ നിറവിൽ. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആഘോഷങ്ങൾ തുടരുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പതാക ഉയർത്തി. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ സമാധി സ്ഥലമായ രാജ്ഘട്ടിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ചെങ്കോട്ടയിലെത്തിയത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിന്റെ നേതൃത്വത്തിൽ ചെങ്കോട്ടയിൽ പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. തുടർന്ന് ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി ദേശീയ പതാക ഉയർത്തി. 74ാം സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ ആരോഗ്യ മേഖലയിൽ പുതിയ പദ്ധതി പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നാഷണൽ ഡിജിറ്റൽ ഹെൽത്ത് മിഷൻ എന്ന് പേരിട്ടിരിക്കുന്ന പദ്ധതിയിലൂടെ എല്ലാ പൗരന്മാർക്കും ആരോഗ്യ തിരിച്ചറിയൽ നമ്പറുകൾ നൽകും. പൗരന്മാരുടെ ആരോഗ്യ വിവരങ്ങൾ ഡിജിറ്റലായി ശേഖരിക്കും. രാജ്യത്ത് എവിടെയും വിദഗ്ധ ചികിത്സ ലഭിക്കുന്നതിന് പദ്ധതി സഹായകരമാകുമെന്നും പ്രധാനമന്ത്രി. രാജ്യത്ത് 3 കോവിഡ് വാക്സിനുകൾ പരീക്ഷണ ഘട്ടത്തിൽ എന്ന് പ്രധാനമന്ത്രി. വാക്സിൻ ഉടൻ പുറത്തിറക്കാനാകും എന്നാണ് പ്രതീക്ഷ. വാക്സിൻ എല്ലാവർക്കും ലഭ്യമാക്കാനുള്ള പദ്ധതികൾ തയ്യാറായി കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി. കേന്ദ്രവും സംസ്ഥാനവും ഒന്നിച്ചു പോരാടുമെന്നും പ്രതിസന്ധി കാലത്തെ മറികടക്കുമെന്നും പ്രധാനമന്ത്രി. രാജ്യത്ത് കോവിഡ് പ്രതിരോധ മരുന്നുകളുടെ 3 പരീക്ഷണങ്ങൾ നടക്കുകയാണെന്നും എത്രയും വേഗം മരുന്നുകൾ തയ്യാറാകുമെന്നും മോദി. ആത്മനിർഭർ ഭാരത് 130 കോടി ഇന്ത്യക്കാരുടെ മന്ത്രമായി മാറിയെന്ന പ്രധാനമന്ത്രി. കർഷകർക്ക് ആധുനിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനായി 1 ലക്ഷം കോടി രൂപയുടെ കാർഷിക അടിസ്ഥാന വികസന ഫണ്ട് പ്രഖ്യാപിച്ചു. രാജ്യത്ത് 110 ലക്ഷം കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസനം നടപ്പിലാക്കും. 7000 പദ്ധതികൾ ഇതിന് കീഴിൽ കണ്ടെത്തിയതായും പ്രധാനമന്ത്രി. മേക്ക് ഇൻ ഇന്ത്യയ്ക്കൊപ്പം മേക്ക് ഫോർ വേൾഡ് എന്ന മുദ്രാവാക്യവുമായി മുന്നോട്ടു പോകണമെന്നും മോദി. അതിർത്തിയിൽ പ്രകോപനം സൃഷ്ടിച്ചവർക്ക് സൈന്യം ശക്തമായ തിരിച്ചടി നൽകിയെന്ന പ്രധാനമന്ത്രി. ഇന്ത്യയുടെ പരമാധികാരം സംരക്ഷിക്കാൻ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും. അയൽ രാജ്യങ്ങളുമായി എക്കാലവും നല്ല ബന്ധമാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നതെന്നും മോദി. പാകിസ്ഥാനെയും ചൈനയെയും പേരെടുത്ത് പറയാതെ പ്രധാനമന്ത്രിയുടെ പരാമർശം. ജമ്മുകാശ്മീർ വികസനത്തിന്റെ പാതയിലാണെന്നും പ്രധാനമന്ത്രി. മണ്ഡല പുനർനിർണയം പൂർത്തിയായാൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നും നരേന്ദ്രമോദി. സ്വാതന്ത്ര്യദിന ആശംസകൾ നേർന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ പൗരന്മാരെന്ന നിലയിൽ ഉദാത്ത മാതൃക കാട്ടേണ്ടത് കടമയാണെന്ന് ഗവർണർ. സ്വാതന്ത്ര്യത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരോടുള്ള കടപ്പാട് ഉന്നത പൗരബോധത്തോടെ നിറവേറ്റണമെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ. പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കാനുള്ള ശ്രമത്തിൽ എല്ലാവരും ഒന്നായി മുന്നോട്ട് പോകണമെന്ന്
മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭരണഘടനാ സ്ഥാപനങ്ങളെ സംരക്ഷിച്ചുകൊണ്ടും സാമ്രാജ്യത്വ നീക്കങ്ങളെ ചെറുത്തുകൊണ്ടും വേണം മുന്നോട്ടു പോകാൻ. സർവ്വമനുഷ്യരും തുല്യരായി തീരുന്ന സുദിനത്തിലേക്ക് മുന്നേറാമെന്നും മുഖ്യമന്ത്രി. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷം. മുഖ്യമന്ത്രി കോവിഡ് നിരീക്ഷണത്തിലായതിനാൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനാണ് തിരുവനന്തപുരത്ത് പതാക ഉയർത്തിയത്. കോവിഡിനെ അതിജീവിക്കാനുള്ള പോരാട്ടമാണ് നടക്കുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ. കൂടുതൽ ജാഗ്രത പുലർത്തണമെന്നും സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി. കൊച്ചി നേവൽ ബേസിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വൈസ് അഡ്മിറൽ AK ചൗള യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം സമർപ്പിച്ചു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുള്ള ചടങ്ങായതിനാൽ പരേഡ് ഉണ്ടായിരുന്നില്ല. ആഘോഷങ്ങളുടെ ഭാഗമായി സേനാംഗങ്ങൾ താമസ സ്ഥലത്തെയും ഓഫീസിലെയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കി ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തി. എറണാകുളത്ത് കാക്കനാട് സിവിൽ സ്റ്റേഷൻ ഗ്രൗണ്ടിലായിരുന്നു സ്വാതന്ത്ര്യദിന പരേഡ്. ജില്ലാ കളക്ടർ S. സുഹാസ് ദേശീയ പതാക ഉയർത്തി. ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി VS സുനിൽകുമാർ ക്വാറന്റൈനിൽ ആയതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ പതാക ഉയർത്തിയത്. കോട്ടയത്ത് ഭക്ഷ്യമന്ത്രി P. തിലോത്തമൻ പതാക ഉയർത്തി. കോവിഡ് മഹാമാരിക്കെതിരായ പോരാട്ടത്തിൽ ലോകത്തിന് മുന്നിൽ കേരളം പച്ചത്തുരുത്താണെന്ന് തിലോത്തമൻ. കോവിഡിനെതിരെ പോരാടിയ ആരോഗ്യ പ്രവർത്തകരെ അനുമോദിച്ചു. കോവിഡ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടായിരുന്നില്ല. കണ്ണൂരിലും കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സ്വാതന്ത്ര്യദിനാഘോഷം. സർവകലാശാല ആസ്ഥാനത്ത് വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ പതാക ഉയർത്തി. തൃശൂരിൽ കളക്ടർ S. ഷാനവാസ് ദേശീയ പതാക ഉയർത്തി. തുടർന്ന് അഭിവാദ്യം സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കോവിഡ് പ്രതിരോധത്തിൽ മികച്ച സേവനമനുഷ്ഠിച്ച ആരോഗ്യ പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു. വയനാട് SKMJ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടന്നു. കളക്ടർ അദീല അബ്ദുള്ള പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. KPCC നേതൃത്വത്തിലും സ്വാതന്ത്ര്യദിനാഘോഷം. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ പതാക ഉയർത്തി. രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയും അടക്കമുള്ള നേതാക്കൾ പങ്കെടുത്തു. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് കൂടുതലിടങ്ങളിൽ റെയ്ഡിന് സാധ്യത. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ പാളയം, ഗോവിന്ദപുരം, കമ്മത്ത് ലൈൻ എന്നിവിടങ്ങളിൽ നടന്ന റെയ്ഡിൽ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാകും പരിശോധന. സരിത്തും സ്വപ്നയും പിടിക്കപ്പെടുന്നതിന് മുൻപ് കടത്തിയ സ്വർണം കോഴിക്കോടും എത്തിയിട്ടുണ്ട് എന്നാണ് കസ്റ്റംസിന്റെ നിഗമനം. പമ്പ മണൽക്കടത്തിൽ സർക്കാർ വിജിലൻസ് അന്വേഷണത്തിന് അനുമതി നൽകാത്ത സാഹചര്യത്തിൽ കോടതിയെ സമീപിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പമ്പ മണൽക്കടത്ത് കേരളം കണ്ട ഏറ്റവും വലിയ കൊള്ള. വിജിലൻസിന്റെ പല്ലടിച്ചു കൊഴിച്ചിരിക്കുകയാണെന്നും രമേശ് ചെന്നിത്തല. അപൂർവ ജനിതക രോഗമായ ലൈസോസോമൽ സ്റ്റോറേജ് ഡിസോർഡർ ബാധിച്ച കുട്ടികൾക്ക് ചികിത്സയ്ക്ക് പണം കണ്ടെത്താൻ ഹൈക്കോടതി നിർദ്ദേശപ്രകാരം സംസ്ഥാന സർക്കാർ പ്രത്യേക അക്കൗണ്ട് ആരംഭിച്ചു. പൊതുജനങ്ങൾ, സർക്കാർ ഇതര സ്ഥാപനങ്ങൾ, സംഘടനകൾ എന്നിവരിൽ നിന്ന് സംഭാവനകൾ സ്വീകരിച്ച് രോഗബാധിതരായ കുഞ്ഞുങ്ങൾക്ക് പണം കണ്ടെത്താനാണ് ഹൈക്കോടതിയുടെ ശ്രമം. കാസർഗോഡ് ബളാലിലെ കൊലപാതകം ആത്മഹത്യയെന്ന് വരുത്താൻ അവസാന നിമിഷം വരെ പ്രതി ആൽബിൻ ശ്രമിച്ചതായി പോലീസ്. ഒടുവിൽ കോടതിയിലെത്തുമ്പോഴും കൊന്നതിൽ ഒരു മനസ്താപവും ഈ യുവാവ് പ്രകടിപ്പിക്കുന്നില്ല. സ്ഥിരമായി പോൺ ചിത്രങ്ങൾ കാണുകയും സമൂഹമാധ്യമങ്ങളിലൂടെ സ്ത്രീകളുമായി ചാറ്റ് ചെയ്യുകയുമാണ് ആൽബിന്റെ പ്രധാന വിനോദമെന്നും പോലീസ്. കണ്ണൂരിൽ അച്ഛൻ മകനെ കുത്തിക്കൊലപ്പെടുത്തി. മരിച്ചത് പയ്യാവൂർ ഉപ്പുപടന്നയിലെ ഷാരോൺ. 20 വയസ്സായിരുന്നു. അച്ഛൻ സജിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മദ്യലഹരിയിലായിരുന്നു ആക്രമണമെന്ന് പോലീസ്. രാജ്യത്ത് കോവിഡ് ബാധിതർ 25 ലക്ഷം കടന്നു. മരണം 40,000-ലേക്ക് അടുക്കുന്നു. 24 മണിക്കൂറിനിടെ 65,002 പേർക്ക് രോഗം. മരിച്ചത് 996 പേർ. ഇതോടെ ആകെ രോഗബാധിതർ 25,26,193. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ലവ് അഗർവാളിനും കോവിഡ്. വിവരം ലവ് അഗർവാൾ തന്നെയാണ് ട്വിറ്ററിലൂടെ അറിയിച്ചത്. രാജ്യത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരിൽ ഒരാളാണ് ലവ് അഗർവാൾ. കോവിഡ് ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന സംഗീതജ്ഞൻ SP ബാലസുബ്രഹ്മണ്യത്തിന്റെ ആരോഗ്യനില തൃപ്തികരം. വിവരമറിയിച്ച് ചെന്നൈയിലെ MGM ഹെൽത്ത് കെയർ പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിൻ. തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ് SPB. പ്രമുഖ ഫോട്ടോഗ്രാഫർ പുനലൂർ രാജൻ അന്തരിച്ചു. 81 വയസ്സായിരുന്നു. ഇന്ന് പുലർച്ചെ 1:40 കോഴിക്കോടായിരുന്നു അന്ത്യം. വിടവാങ്ങിയത് സാഹിത്യ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിലെ പ്രതിഭകളെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളിലൂടെ അടയാളപ്പെടുത്തിയ ക്യാമറമാൻ.
ചരിത്രത്തെ ഉൾക്കാഴ്ചയോടെ പിന്തുടർന്ന പ്രതിഭാധനായിരുന്ന ഫോട്ടോഗ്രാഫറായിരുന്നു പുനലൂർ രാജനെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബഷീർ, MT തുടങ്ങിയ സാഹിത്യ പ്രതിഭകളുടെ ജീവിതത്തിലെ അസുലഭ സന്ദർഭങ്ങൾ ചിത്രങ്ങളിലൂടെ രാജൻ അനശ്വരമാക്കി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രങ്ങളുടെ സാധ്യതകൾ ഇത്രയധികം പ്രയോജനപ്പെടുത്തിയ ഛായാഗ്രാഹകർ നമുക്ക് അധികമില്ലെന്നും പിണറായി. കണിച്ചുകുളങ്ങര SNDP യൂണിയൻ സെക്രട്ടറി KK മഹേശന്റെ മരണം വെള്ളാപ്പള്ളി നടേശനെ രക്ഷിക്കാൻ ഗൂഢാലോചന നടക്കുന്നതായി സംയുക്ത സമരസമിതി. ഇതിൽ പ്രതിഷേധിച്ച് തിരുവോണ ദിവസം സമരസമിതിയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ ഉപവാസം അനുഷ്ഠിക്കാൻ തീരുമാനം. SNDP യൂണിയൻ സെക്രട്ടറി KK മഹേശന്റെ മരണത്തിൽ അന്വേഷണം തന്നെ സംശയത്തിന്റെ മുനമ്പിലെന്നും ആരോപണം. മഹേശന്റെ ആത്മഹത്യാക്കുറിപ്പിൽ വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകൾ വ്യക്തമാക്കുന്നുണ്ടെന്നും സമരസമിതി. പ്രൊഫസർ MK സാനു വിളിച്ചു ചേർത്ത യോഗത്തിൽ ഒത്തുചേർന്ന് വിവിധ സംഘടനകൾ. വയനാട് തോൽപ്പട്ടിയിൽ വൻ കഞ്ചാവ് വേട്ട. 100 കിലോയിലധികം കഞ്ചാവ് പിടിച്ചു. മാനന്തവാടി തോൽപ്പട്ടി ചെക്ക് പോസ്റ്റിൽ എക്സൈസ് സംഘം നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. പച്ചക്കറി കയറ്റി വന്ന വാഹനത്തിൽ ഒളിപ്പിച്ചു കടത്താൻ ശ്രമിച്ച കഞ്ചാവിന് വിപണിയിൽ 1 കോടി രൂപയുടെ മൂല്യമുണ്ട്. 2 പേർ കസ്റ്റഡിയിൽ. സംസ്ഥാനം കോവിഡ് പരിശോധനാ രീതി പരിഷ്കരിച്ചു. കൂടുതൽ പേർക്കും ആന്റിജൻ പരിശോധനയ്ക്കാണ് ശുപാർശ. വിദേശത്ത് നിന്ന് തിരികെ എത്തി രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് ആന്റിജൻ ടെസ്റ്റ് മതി. മുൻഗണനാ വിഭാഗത്തിലും ആന്റിജൻ പരിശോധന നടത്തും. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നു. ഉമേഷ്, ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരിഷ്കരണത്തിന്റെ വിശദീകരണം സംസ്ഥാനം നൽകുന്ന എന്താണ്? ആദ്യഘട്ടത്തിൽ, അതായത് കോവിഡിന്റെ തുടക്കത്തിൽ ഉൾപ്പെടുത്തിയ ഒരു പരിശോധനാ രീതിയായിരുന്നു ഇപ്പോഴും തുടർന്നു പോന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആർക്ക് RT-PCR പരിശോധന നടത്തണം, ആർക്ക് ആന്റിജൻ പരിശോധന നടത്തണം തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായ വ്യക്തത ഇല്ലായിരുന്നു. ആരോഗ്യ പ്രവർത്തകർക്കിടയിലും അത്തരമൊരു വ്യക്തത ഇല്ലായിരുന്നു. അതൊരു വ്യക്തതയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ ഇത്തരമൊരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത്. നേരത്തെ കൂടുതലും, അതായത് രോഗലക്ഷണങ്ങളുള്ളവർക്കും കോണ്ടാക്ട് ലിസ്റ്റിൽ വരുന്നവർക്കും ആശുപത്രിയിൽ എത്തിയാൽ അവർക്ക് RT-PCR പരിശോധന നടത്തും. ആന്റിജൻ പരിശോധന കൂടുതലായി പുറത്ത് മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചിരുന്നത്. അതായത് മുൻഗണനാ വിഭാഗത്തിന് മാത്രമായിരുന്നു കേന്ദ്രീകരിച്ചു പോന്നിരുന്നത്. ആ സാഹചര്യമാണ് ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇത്തരത്തിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ എത്തുന്നവർക്ക് മറ്റ് കോണ്ടാക്ടുകൾ ഇല്ല എങ്കിൽ അവർക്ക് ആന്റിജൻ പരിശോധന മതി. കൂടാതെ ആന്റിജൻ പരിശോധന വിവിധ വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. കൂടുതൽ പേർക്കും ആന്റിജൻ പരിശോധന നടത്താനാണ് പുതിയ സർക്കുലറിന്റെ ശുപാർശ. കൂടാതെ രോഗലക്ഷണങ്ങളുള്ള ആരോഗ്യ പ്രവർത്തകർക്കും രോഗലക്ഷണങ്ങളുള്ള വിദേശത്തു നിന്ന് വന്ന ക്വാറന്റൈനിൽ കഴിയുന്നവർക്കും RT-PCR പരിശോധന നടത്തണമെന്നും ശുപാർശ ചെയ്യുന്നു. നിലവിലെ സാഹചര്യത്തിൽ ആന്റിജൻ പരിശോധനയുടെ റിസൾട്ട് വളരെ പെട്ടെന്ന് ലഭിക്കും. അതുകൊണ്ടാണ് അത്തരമൊരു കൂടുതൽ പേർക്കും ആന്റിജൻ പരിശോധന നടത്താം എന്നുള്ള ഒരു ശുപാർശ കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശരി, ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ പങ്കുവച്ചു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.